ചെറുപുഴ കമ്പിപ്പാലം പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കേടുപാടുകൾ സംഭവിച്ചതിനാൽ ഇപ്പോൾ പാലം അടച്ചിട്ടിരിക്കുകയാണ്. പാലത്തിന്റെ അപകടാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ മുൻകൈയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചെറുപുഴയുടെ ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരിടമാണ് ചെറുപുഴ കമ്പിപ്പാലം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ചെറുപുഴ, ഈസ്റ്റളേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. ഇരുഭാഗത്തുമുള്ള കോൺക്രീറ്റ് തൂണുകളിൽ ഉറപ്പിച്ച കമ്പിപ്പാലം കാര്യങ്കോട് പുഴയ്ക്ക് കുറുകെയാണ്. 110 മീറ്റർ നീളവും ജലനിരപ്പിൽ നിന്ന് 10 മീറ്ററോളം ഉയരവുമുള്ള പാലത്തിൽ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ്. 1971 ജനുവരി 10 ഉദ്ഘാടനം ചെയ്ത പാലം 1988 പ്രളയത്തിൽ തകരുകയും പിന്നീട് പുനർനിർമ്മിക്കുകയുമായിരുന്നു. പുതിയ തടയണയും പാലവും വന്നതോടെ വാഹനങ്ങൾ കൂടുതലും പോകുന്നത് പുതിയ പാലത്തിലൂടെയാണ്. പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാനും കൗതുകത്തിനുമായി കമ്പിപ്പാലത്തിൽ കയറാനും നൂറുകണക്കിന് ആളുകളാണ് ദിവസവും ഇവിടെ എത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പാലത്തിലെ പലകകളും ഇരുമ്പുപടവും കാലപ്പഴക്കത്താൽ കേടുപാടുകൾ വന്നതിനാൽ ഇപ്പോൾ പാലം അടച്ചിട്ടിരിക്കുകയാണ്. പാലത്തിന്റെ ആദ്യ ഭാഗം ഇഞ്ചക്കാടുകൾ കയറിയ നിലയിലാണ്. പുഴയോരത്ത് മിനി പാർക്ക് കൂടി വന്നതോടെ ഇവിടെ എത്തുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. ഈ പാലം സംരക്ഷിച്ചാൽ അത് ടൂറിസം മേഖലയ്ക്ക് മുതൽക്കൂട്ടായി മാറുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ട്രക്കിങ്ങിനായാലും അതുപോലെ ക്യാമ്പിങ്ങിനായാലും ഫാമിലി ട്രക്കിങ്ങിനായാലും പറ്റുന്ന അട്ടകളോ മറ്റ് ശല്യങ്ങളോ ഒന്നുമില്ല, വന്യമൃഗങ്ങളോ അധികം ശല്യങ്ങളൊന്നും ഇല്ലാത്ത മനോഹരമായ ഫാമിലി ട്രക്കിംഗ് പ്ലേസ്, ചെറിയ കുട്ടികൾക്ക് പോലും ട്രക്ക് ചെയ്യാൻ പറ്റുന്ന മനോഹരമായ ട്രക്കിംഗ് പ്ലേസുകളുണ്ട്. നിരവധി ട്രക്കിംഗ് പ്ലേസുകളുണ്ട്. അതുപോലെ മറ്റൊരു എക്സ്പീരിയൻസ് ആണ് ഈ തേജസ്വിനി പുഴയ്ക്ക് കുറുകെയുള്ള ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് എക്സ്പീരിയൻസ്. നല്ല അതിൻ്റെ ശരിക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നിരവധി സഞ്ചാരികളായിരുന്നു ഇവിടെ എത്തിക്കൊണ്ടിരുന്നത്. ഏകദേശം 75 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് ചെറുപുഴ ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇത് സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് സംരക്ഷിച്ചാൽ ടൂറിസം മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടായി മാറും. അതുപോലെ തന്നെ പണ്ട് കാലത്ത് ഇത് ഉപയോഗിച്ചിരുന്നത് ഇവിടെയുള്ള തദ്ദേശീയരായ ആൾക്കാരായിരുന്നു. ഇന്ന് മറ്റൊരു കോൺക്രീറ്റ് പാലം വന്നതുകൊണ്ടാണ് ഈ പാലം നാട്ടുകാർ ഉപയോഗിക്കാറ്. പക്ഷെ ഇതിന് മറ്റൊരു തലമുണ്ട്, ടൂറിസം സാധ്യത. അത് വരുന്ന ആൾക്കാർക്ക് ടൂറിസം സാധ്യതയുമായി മലയോരത്തിൽ എത്തുന്ന എല്ലാവർക്കും ഈ ഒരു എക്സ്പീരിയൻസ് ആസ്വദിക്കാൻ ഇത് ഏറെ പ്രയോജനമാകും. പാലത്തിന്റെ അപകടാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ മുൻകൈയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.